ചീഫ് സെക്രട്ടറിക്കെതിരെ വീണ്ടും എൻ പ്രശാന്ത് IAS. മറ്റാർക്കും ലഭ്യമാകാത്ത പരിരക്ഷ AG തിലകന് ലഭിക്കുന്നു. തന്റെ സസ്പെൻഷന് പിന്നിൽ നടന്ന കാര്യങ്ങൾ പുറത്തുവിടണമെന്നും എൻ പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. KR സാജു തുടരുന്നുണ്ട്. സാജു, എന്താണ് എൻ പ്രശാന്തിന്റെ പുതിയ ആരോപണം? സച്ചിൻ, നമുക്കറിയാം ജയതിലകിനെ ഫേസ്ബുക്കിൽ വിമർശിച്ചതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി സസ്പെൻഷനിൽ തന്നെയാണ് ഇപ്പോഴും എൻ പ്രശാന്ത് IAS ഉള്ളത്. അതിനിടയിലാണ് അദ്ദേഹം ഇന്ന് വീണ്ടും ചീഫ് സെക്രട്ടറി കൂടിയായ ജയതിലകിനെതിരെ കടുത്ത വിമർശനമുയർത്തുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരിക്കുന്നത്. സാധാ നിയമവിരുദ്ധധാരികളായ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത അതിസങ്കീർണമായ പ്രത്യേക നിയമ പരിരക്ഷ ഭാരതത്തിൽ ഡോക്ടർ ജയതിലകിന് മാത്രം ലഭിക്കുന്ന ഒന്നാണ് എന്നാണ് ഫേസ്ബുക്കിൽ എൻ പ്രശാന്ത് കുറിച്ചിരിക്കുന്നത്. ഒപ്പം ഫേസ്ബുക്കിൽ എന്നെപ്പറ്റി നല്ലതേ എഴുതാവൂ, അല്ലെങ്കിൽ സർക്കാർ ചെലവിൽ ഉപദ്രവിക്കും എന്ന പ്രത്യേക പവർ കൂടി ജയതിലകിനുണ്ട് എന്ന വിമർശനം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു തൊഴിൽ മേഖലയും ലഭിക്കാത്ത തിരുവായിക്ക് എതിർവായി ഇല്ലായ്മ എന്ന അവസ്ഥ ഡോക്ടർ ജയതിലകിന് പതിച്ചു നൽകിയത് ആരാണ് ഉത്തരവിറക്കിയത്, ഫയലിൽ ആരെങ്ങനെ എന്ത് എഴുതി എന്ന ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. തുടർന്ന് തന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഫയൽ വിവരാവകാശ നിയമപ്രകാരം തനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പുറത്തു വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത വരും. ആ ഉത്തരവാദിത്വത്തിലേക്ക് നിയമപരമായി എങ്ങനെ എത്തിക്കാം എന്നതൊക്കെ അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. വെറുമൊരു ഗുമസ്തനാവും എന്നെ സസ്പെൻഡ് ചെയ്ത ഫയലിലെ വിവരങ്ങൾക്ക് എന്തു പൊതുതാൽപര്യം എന്ന് ചോദിച്ചതിന് ശേഷം, എന്നാൽ ഫയലിലെ താളുകൾ കാണണമെന്ന് ഒരാൾക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ചാൽ മാത്രം വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടികളും ഫയലിലെ പ്രസക്ത ഭാഗങ്ങളും ഇവിടെ പൊതുജന സമക്ഷം പങ്കുവെക്കാം എന്നാണ് പ്രശാന്ത് പറയുന്നത്. അതായത് തന്നെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം എടുത്തിരിക്കുന്നു. അതിന്റെ വിവരങ്ങൾ പുറത്തു വിടാൻ പോകുന്നു എന്നുള്ളതാണ്. തുടർന്ന് അദ്ദേഹം NB എന്നിട്ടിട്ട് പറയുന്നത്, ഒരു കാരണവശാലും ഇതൊന്നും പൊതുജനം അറിയല്ലേ, നാറ്റിക്കല്ലേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നിർബന്ധവുമില്ല എന്നുകൂടി രേഖപ്പെടുത്താം എന്നാണ് പറയുന്നത്. അതായത് ജയതിലകിനെതിരെ മറ്റൊരു പോരിന് കൂടി എൻ പ്രശാന്ത് ഒരുങ്ങുന്നു എന്ന് തന്നെ വേണം നമ്മൾ ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ. സച്ചിൻ. ശരി, KR സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.